ഞാൻ എന്നിട്ടാ ചെയ്യണമെന്നല്ലേ, ഞാൻ കുറച്ച് കൃഷിയിൽ ഇറങ്ങിയേക്കുക. കുറച്ച് മുമ്പിൽ കുറേ പുതിന ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. വേനൽക്കാലത്ത് വെള്ളമൊഴിക്കാണ്ട് ഇപ്പം ഞാനിത്തിരി ബാക്കിൽ പുതിന നടാൻ വിചാരിച്ചിട്ടാണ്. ഇന്നലെ ബിരിയാണി വെച്ചപ്പോൾ കുറേ തണ്ട് കിട്ടി, അപ്പോൾ അതാ നടുകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോളാം. പുതിന നടുമ്പോൾ എപ്പോഴും മേലോട്ട് ഈ ഇല ഉണ്ടല്ലോ മേലോട്ടാക്കിയിട്ട് നടന്നിട്ടാ, തെറ്റി പോകരുത്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഈ ഇല എങ്ങനെ വരണേ അതേമാതിരി മേലോട്ട് വെറുതെ കുഴിച്ചിട്ടാൽ മതി, ഉണ്ടാവും കേട്ടോ. വെള്ളം ഒഴിക്കണം, പുതിനയ്ക്ക് നിറയെ വെള്ളം ഒഴിക്കണം. മഴക്കാലത്ത് നട്ടാൽ നന്നായി ഉണ്ടാവും. രണ്ടായിട്ട് നടാം. മഴക്കാലം ഇതുകൊണ്ട് ബാക്കിൽ നട്ട നമ്മുടെ കണ്ണ് വരും, ഫ്രണ്ടിൽ നട്ട കണ്ണ് വരില്ല. കണ്ണ് വന്നാലേ വെള്ളം ഒഴിക്കണം. ഒരു പണിയില്ല, മരുന്നടിക്കാണ്ട് വൃത്തിയുള്ള പുതിന നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പുതിന നടൽ കഴിഞ്ഞു. അടുത്തത് ഞാനിത്തിരി ചൂന്യാമുളകെന്ന് പറയില്ലേ, എന്താ പറയുക, കാന്താരി, അത് പാവിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാതളത്തിൻ്റെ കുരും പാവിയിട്ടുണ്ട്. ഇത് രണ്ട് ഇതിലുണ്ട്. ഇത്തിരി കൂടി വലുതായ ഇത് പറിച്ച് നടാം. ഇത് കണ്ട അടിയിലാണ് കാന്താരിയുടെ തയ്യ. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ പറിച്ച് നടണം. ഇത്തിരി കൂടി വലുതാവണം. ഇനിയും കുറേ നട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് പച്ചമുളക്. ഇല്ല ഇത് നട്ടിട്ടതാ കുരു. അത് വലുതായി വരുന്നത് മാതളത്തിൻ്റെ വിത്താണ്. അതിൽ കുറേ വിത്തുകളുണ്ട്. ഇത്തിരി കൂടി വലുതായിട്ട് വേണം പച്ചമുളക് പറിച്ച് നടാൻ. കണ്ട വഴുതന, പത്ത് ചെടിക്ക് 30 രൂപ. അപ്പോൾ അത് നട്ടിട്ട് ഇത്തിരി മേലേക്ക് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് കാശ് കൊടുത്ത് വാങ്ങി നട്ട് വയ്ക്കും. ഒരു സെക്കൻഡ് മുമ്പിൽ വണ്ടി എടുക്കാനോ എന്തിനോ ഗേറ്റ് തുറന്ന് അപ്പോൾ വന്ന് ആടുങ്ങൾ തിന്നും. നിറയെ ആടുങ്ങളെന്നെ കൂട്ടിയിട്ട് മേയ്ക്കാൻ വരും. വീടിൻ്റെ അവിടേക്ക് എന്തിനാ വരണ അറിയില്ല. എത്ര സ്ഥലം പുല്ല് ഉള്ളതുണ്ട്. കണ്ട പ്ലാവിൻ്റെ ഗതികേടുണ്ട്. ആട് കടിച്ചിട്ട് പോയതാ. ഇത് കുറ്റിച്ചെടി മാതിരി ഉണ്ടായിരുന്നതാ, താഴത്ത് ചവള ഇട്ടുണ്ടായിരുന്നതാ. 1 വർഷമായി ചവള ഇടുന്നു പറഞ്ഞു. കറക്റ്റ് 1 വർഷമായപ്പോൾ താഴത്ത് ഇതിവിടെ ചവള ഇട്ടുണ്ടായിരുന്നതാ. ഇതൊക്കെ ആട് തിന്നിട്ട് പോയി. കണ്ട ആട് കടിച്ചാൽ പിന്നെ അവിടെ വരില്ല പറയും. ഫുള്ള് ആട് കടിച്ചിട്ട് പോയതാ. എല്ലാം ആട് കടിച്ചതാ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമം. ഈ പ്ലാവും മാവും ഒന്നിച്ചിട്ട് വളരണ്ടായിരുന്നു. ഈ പ്ലാവ് അങ്ങോട്ട് വലുതായപ്പോൾ അൽഫോൺസ മാവ് ഡള്ളായി. ഇനിയും കുറേ വിത്തുകൾ ഇവിടെ പാവിണ്ടായിരുന്നു. അത് ഇവിടെ പണി നടന്നപ്പോഴേ കുറേ പോയി. ഇപ്പം എന്താന്ന് വലുതായാലും അറിയാം. പുതിന ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കട്ടെ, വലുതായിട്ട് കാണിക്കാം. ഈ പൈനാപ്പിളിൻ്റെ
തല നട്ട് വയ്ക്കണം. അതൊരു കുഴി കുത്തണം, 4 കുഴി കുത്തണം. അത് ചേട്ടനോട് പറഞ്ഞാൽ കേൾക്കണില്ല, ഞാൻ തന്നെ ചെയ്യണം. ഇവിടെ കുറേ ചീര നട്ട് വിത്ത് പാവിണ്ടായിരുന്നു. അതൊക്കെ ചേട്ടൻ ഇവിടെ മരാമത്ത് നടന്നതിന് ശേഷം പുല്ലാന്ന് വിചാരിച്ചിട്ട് പറിച്ച് കളഞ്ഞു. ചേട്ടന് അത്രയ്ക്കേ അറിയുള്ളൂ. നമ്മൾ 3 വാഴ നട്ടത്, ഒരു വാഴ മാത്രം മേപ്പെട്ട് പോകുന്നുണ്ട്. ഈ വാഴയ്ക്ക് നമ്മുടെ സൺസൈഡിൻ്റെ അടിയിലായതുകൊണ്ട് അത്രയ്ക്കധികം ഇതില്ല. ചെറിയ പൊട്ട വാഴ നട്ടതാണ്, നല്ല വാഴയൊന്നുമല്ല. ഒരെണ്ണം നന്നായി വരുന്നുണ്ട്. ഇവിടെ നെറ്റിൽ മോട്ടർ വെച്ചപ്പോഴേ, മറ്റേത് ഇതിൻ്റെ മോട്ടറാണ്, ബോർവെല്ലിൻ്റെ. ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ബോർവെല്ല്, അത് കിണർ. അതുകൊണ്ട് ഇപ്പോൾ നല്ല വെള്ളം കുടിക്കാറായി. ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചുണ്ടാവും, അത് നാശമുണ്ടെന്ന് വെച്ചു. നല്ലതല്ല. ആ ശരി. പപ്പായ ഇവിടെ എല്ലാം നട്ടതാണ്. അത് അത്ര ഇവിടെ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കൃഷിയുടെ വിശേഷങ്ങൾ. ഇനിയും നിറയെ നടാൻ വെച്ചിട്ടുണ്ട്, നട്ടിട്ട് അതൊക്കെ ആയിട്ട് വരാം. ഇപ്പോൾ കിണറും പരിസരമൊക്കെ എത്ര നീറ്റായി. നമ്മൾ അന്ന് സിമെൻ്റ് ഇട്ടതുകൊണ്ട്, കോൺക്രീറ്റ് ഇട്ടതുകൊണ്ട്. ഇത് ഇടാൻ പറഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ഇഷ്ടമില്ല. ഈ മണ്ണൊക്കെ ചവിട്ടി വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റായിരുന്നു. താഴത്തേക്ക് ഒന്ന് വന്നാലും കാലിൽ മണ്ണാവില്ല. സാധനങ്ങളൊക്കെ ഇവിടെ അടക്കി ഒതുക്കി വയ്ക്കാം. ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവരൊക്കെ നെഗറ്റീവാണ് പറയുള്ളൂ. ഒരു വാക്ക്, നല്ലൊരു വാക്ക് ശരി ചെയ്യാമെന്ന് പറയണ്ട. അത് വേണ്ട, അങ്ങനെ വേണ്ട. ഞാൻ പോരാടി ചെയ്യണത് അതൊക്കെ. വീടും പരിസരം വൃത്തിയാക്കിയില്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് അഴുക്ക് വരില്ലേ. നമ്മൾ വീണ്ടും മോട്ടർ ഇറക്കി, വെള്ളം ഭയങ്കരമായിട്ട് താഴ്ന്നു. കാണിച്ചു തരാട്ടാ. മോട്ടറുണ്ടല്ലോ, വെള്ളം എന്ന് പറഞ്ഞപ്പോഴേ ഫുള്ള് വെള്ളം. ഇപ്പം ഈ കിണറിൻ്റെ ഈ വക്കത്ത് കയറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങി, അപ്പോൾ അങ്ങോട്ട് തന്നെ ഇട്ടു. കിണർ കാണിച്ചു തരാട്ടാ. എത്ര കുഴിയിലേക്ക് പോയി നോക്ക്. മേലെ വരെ വന്നതാണ്. മോട്ടർ മുങ്ങിപ്പോയി. അതിൻ്റെ 2 പമ്പേരി ഇതേ റിങ് വരെ വെള്ളം വന്നതാണ്. ഞങ്ങൾക്ക് അറിഞ്ഞില്ല. രാത്രിയിൽ മോട്ടർ മുങ്ങിയതാണ്. ഒരു ദിവസം മാത്രം അങ്ങനെ മഴ പെയ്തുള്ളൂ. പിന്നെ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി. എത്ര പാമ്പേരിയായി? 1 2 3 4 6 7 8 9 10 പാമ്പേരി വെള്ളം ഇറങ്ങി. കണ്ട, ഇപ്പം ഇനി ഒരു 3 പാമ്പേരി വെള്ളം, 4 പാമ്പേരി വെള്ളമുള്ളൂ. ഇതൊക്കെ കേട്ടാ ഇവിടുത്തെ വിശേഷങ്ങൾ. അടുക്കളത്തോട്ടത്തിൻ്റെയും പരാമറിപ്പിൻ്റെയും മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിടാട്ടാ. അപ്പോൾ ഓക്കെ, ബായ്.